ഹലോ ഗൈസ്, അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്നത്. കുറച്ചധികം ദിവസങ്ങളായിട്ട് ഞാനിപ്പോൾ വീഡിയോസൊന്നും ഇടുന്നില്ല. എനിക്കതിനുള്ള സമയമില്ല ഗൈസ്. എങ്ങനെയൊക്കെയാണ് ഒരാഴ്ച പോകണമെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല. അപ്പോൾ ഇന്നെന്തായാലും ഒരു വീക്കെൻഡാണ്. അപ്പോൾ അല്ലറ ചില്ലറ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. ഞാനൊരു പണി ചെയ്യുമ്പോൾ നീ അവിടെ ഇരുന്ന് തുണിയൊക്കെ മടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ റീൽസ് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് ഞാൻ വൈകുന്നേരം വന്നത് തന്നെ കേട്ടോ. അപ്പോൾ വേഗം തന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അപ്പോഴും നീയുടെ തുണി മടക്കൽ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ സങ്കേതത്തിലേക്ക് കയറി. ഇതായിരുന്നു എൻ്റെ റൂമിൻ്റെ അവസ്ഥ. എൻ്റെ പൊന്നെ, ഇനി ഇതൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട് ഞാൻ അവിടെ കിടന്ന് പഠിച്ച പണി 18 കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ടേബിളൊക്കെ എങ്ങനെയാണ് ഇത്രയും വൃത്തികേടാവുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ പിന്നെ വേഗം തന്നെ ക്ലീൻ ചെയ്ത് ബാക്കിയൊക്കെ ഒന്ന് അടിച്ചു വാരിയൊക്കെ എടുത്തു. ഇനി ആണടാ നമ്മുടെ മെയിൻ പാർട്ട്, ഒരു അടിപൊളി കുളി കുളിക്കണം. നല്ലോണം തലയിൽ എണ്ണയൊക്കെ തേച്ച് ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഇട്ട് ഒരു സൂപ്പർ കുളിയൊക്കെ പാസ്സാക്കി ഞാൻ വന്നിട്ടുണ്ട്. അപ്പം തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പഠിക്കാനൊന്നും ഉദ്ദേശമൊന്നുമില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ആടിപ്പാടി പാട്ടും പാടി നടക്കുന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് ഹെയറിന് കുറച്ച് എന്താ പറയുക ക്രീമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നീ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ അൾട്രാ പ്രോ മാക്സ് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു കേട്ടോ. ആ ബെഡുമേ കൂടി നടക്കണേ, എൻ്റെ മുടി പിടിച്ച് ആദ്യം ഷാമ്പൂൻ്റെ സ്മെല്ല് നോക്കണേ, അത് കഴിഞ്ഞ് പിന്നെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് തട്ടണ്. എൻ്റെ പൊന്നിങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഇടി ഉണ്ടാവുന്നത് കേട്ടോ. ഞാൻ മര്യാദക്ക് നിൽക്കണേയിരിക്കും, അപ്പോൾ ഇവള് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ അതിനെ പറഞ്ഞു വിട്ട് ഞാൻ പിന്നെ ഇതാ ഹെയറിൽ കുറച്ച് ഹെയർ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ എപ്പോഴും അങ്ങനെ ഇടാറില്ല കേട്ടോ. പിന്നെ ഇത് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.